സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 27-ാം തീയതി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡിനെത്തുകയും EDയുടെ റെയ്ഡ് കഴിഞ്ഞ് ED തിരിച്ചു പോകുമ്പോൾ അവരെ CPMൻ്റെ മുൻ മന്ത്രിമാരും MLAമാരും പ്രാദേശിക നേതാക്കളെല്ലാവരും ചേർന്ന് ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ED സഞ്ചരിച്ചിരുന്ന, അതായത് ED വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്ത് വീണയുടെ പാസ്ബുക്കും മൊബൈൽ ഫോൺ അടക്കമുള്ള വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം ചെയ്യുന്ന രീതിയിൽ അവരെ ഉപദ്രവിക്കുക, അവർക്കെതിരെ വധശ്രമത്തിന് പോലുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 26 പേരെ ഇപ്പോഴും ജയിലിലടച്ചിരിക്കുന്നു. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അന്ന് ED പോയതിന് ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത്, എന്നോട് ED ഒന്നും ചോദിച്ചില്ല, വീണയോടാണ് ചോദ്യങ്ങൾ ചെയ്തത്. ഇവിടെ CPMകാർ പറഞ്ഞത് പിണറായി വിജയൻ എന്ന CPMൻ്റെ സമുന്നതനായ അല്ലെങ്കിൽ ആഗോള നിലവാരത്തിൽ ശ്രദ്ധേയനാവാൻ സാധ്യതയുള്ള നേതാവിനെ പൂട്ടുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തേജോവധം ചെയ്യുന്നു അല്ലെങ്കിൽ തകർക്കാനുള്ള ശ്രമമാണ് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വീണ വിജയനെ 29-ാം തീയതിയാണ് ED ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നത്, സമൻസ് കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് തന്നെ വീണ വിജയനെ, അതായത് സമൻസ് അയച്ച ഡേറ്റിനേക്കാൾ 2 ദിവസം മുമ്പ് തന്നെ വീണ വിജയനോട് EDയുടെ ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യാൻ പറയുന്നു. അവരെ ഏതാണ്ട് പോലീസ് ബന്ദോബസ്തോടു കൂടിയാണ് ഇവിടെ EDയുടെ ഓഫീസിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരം അറിയുമ്പോൾ വീണയുടെ ചോദ്യം ചെയ്യൽ 10:30 ആരംഭിക്കും എന്ന് പറയുന്നു. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴേക്കും അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടാകും. അന്ന് പിണറായി വിജയൻ പറഞ്ഞു, നമുക്ക് ഇതിനെ ഒരുമിച്ച് ചെറുക്കാം, ഒരുമിച്ച് നേരിടാം. CPM നേതാക്കൾ പറഞ്ഞത് പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി ED കെട്ടിച്ചമച്ചുണ്ടാക്കിയ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ളതാണ്. എന്നാൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച 134 തെളിവുകളും അനുബന്ധ രേഖകളും EDക്ക് കൈമാറിയിരിക്കുന്നു. കൃത്യമായ നീക്കത്തോടുകൂടി വീണ വിജയനെ വീണ്ടും ED വിളിച്ചു വരുത്തുമ്പോൾ അന്ന് EDയെ ഉപദ്രവിക്കാനും ജയിലിൽ പോകാനും ഒക്കെ നിന്ന നേതാക്കന്മാരായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും ഒക്കെ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് പറയാൻ സാധിക്കുക? എങ്ങനെയാണ് സാർ CPMൻ്റെ ഈ അപജയത്തെ നോക്കിക്കാണുന്നത്? ഇത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ, ബേക്കറി ജംഗ്ഷനിലുള്ള വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് പോകുമ്പോൾ അവിടെ കൂടിയ പിണറായി വിജയൻ്റെ ഗുണ്ടാസംഘം കടന്ന് ആക്രമിക്കുകയും അവരുടെ കാറിന് അറ്റാക്ക് ചെയ്യുകയും 3 കാറുകളും അറ്റാക്ക് ചെയ്യുകയും കിഷ്ടിയെ കൊണ്ടും ഒക്കെ ഇടിച്ച് തകർക്കുകയും അങ്ങനെ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതൊരു ഗുരുതരമായ തെറ്റാണെന്ന് മാത്രമല്ല രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് നിയമങ്ങൾ പ്രകാരം വരുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത 26 പേരും കൂടാതെ 300ഓളം പേരെ അറസ്റ്റ് ചെയ്യാനുള്ളതും ആണ് മുന്നിലുള്ളത്. അതിൽ 29 പേരെ അറസ്റ്റ് ചെയ്തു അല്ലേ? 29 പേരെ അറസ്റ്റ് ചെയ്തതിൽ ഇന്നേ വരെ ഒരാൾക്കും ജാമ്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പിന്നീട് ബ്രിട്ടാസ് പറഞ്ഞത്, ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ മാർഗ്ഗമൊന്നുമില്ല, വീണ വിജയൻ CPMകാരിയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് റോളില്ല എന്ന് പിന്നീട് തീരുമാനമെടുക്കേണ്ടായി. പിന്നീട് നടന്ന വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ CPMൻ്റെ ഒരാൾ പോലും അവർക്ക് രക്ഷയ്ക്കെത്തിയിട്ടില്ല. ഈവൻ പിണറായി വിജയൻ്റെ മരുമകൻ, പുന്നാര മരുമകൻ മുഹമ്മദ് റിയാസ്, അതായത് വീണ വിജയൻ്റെ ഭർത്താവ് മുഹമ്മദ് റിയാസ് കാറിൽ വന്ന് അവിടെ കൊണ്ടിറക്കി അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നീട് കൂട്ടിക്കൊണ്ടുപോകാൻ 8 മണിക്ക് പോലും റിയാസ് വന്നില്ല. റിയാസ് പോലും വരാതെ ഒറ്റയ്ക്ക് ആ പോലീസിൻ്റെ നടുവിലൂടെ, പത്രക്കാരുടെ നടുവിലൂടെ, ക്യാമറ കണ്ണിൻ്റെ നടുവിലൂടെ തലയും താഴ്ത്തി മുഖത്ത് മാസ്കും ധരിച്ച് ഒരു കുറ്റവാളിയെ പോലെ നടന്നു നീങ്ങുന്ന അവരുടെ രംഗം ദയനീയമാണ്. കാരണം നമുക്ക് വീണ വിജയനോട് പ്രത്യേക വിരോധമൊന്നുമില്ലല്ലോ. ഒരു അച്ഛൻ മകളെ കൊള്ളക്കാരിയാക്കി തട്ടിപ്പുകാരിയാക്കി ഈ രൂപത്തിൽ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമുണ്ടല്ലോ. എത്ര തന്നെയായാലും ഏത് കൊള്ളക്കാരനും മാഫിയ തലവനും സ്വന്തം മക്കളെ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകില്ല. എന്നാൽ പിണറായി വിജയൻ ചെയ്തത് എന്താണ്? താൻ മോഷ്ടിക്കുന്ന തട്ടിപ്പ് മുതലെല്ലാം സൂക്ഷിക്കാൻ കൊടുക്കുന്നത് മക്കളെയാണ്. അങ്ങനെ മക്കളെ അതിൽ പങ്കാളികളാക്കി, രേഖയുള്ള പങ്കാളികളാക്കി. പിണറായി വിജയൻ വാങ്ങിയതെല്ലാം പണമായിട്ടാണെങ്കിൽ വീണ വിജയൻ്റെ ഈ CMRലുമായിട്ടുള്ള ഈ കേസിൽ അവരുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയിലേക്ക് പണം വന്നത് ആണല്ലോ അവർക്ക് കേസിൽ കുടുങ്ങാൻ കാരണം.
അത് പിണറായി വിജയന് നല്ല ബോധ്യമല്ലേ, നാളെ ഇത് അന്വേഷണം വന്നാൽ ഇങ്ങനെ അക്കൗണ്ട് വഴി വരുന്ന പൈസയെല്ലാം കണക്കിൽപ്പെടും, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മോളെ അതിൽ കുടുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങുമ്പോൾ സർവീസിന് വാങ്ങുമ്പോൾ, അതിലൊരു പരസ്യം വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പരസ്യമല്ല, പകരം ഇത് എക്സാലോജിക്കിലേക്ക് സർവീസ് എന്നുള്ള രൂപത്തിലേക്കാണ് 2,78,00,000 രൂപ വാങ്ങിയത്. IT കൺസൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞെങ്കിലും ഒരു സർവീസും കൊടുത്തതിൻ്റെ രേഖയില്ല. മാത്രമല്ല പിണറായി വിജയൻ PV എന്നുള്ള പേരിലും പിണറായി വിജയൻ എന്നുള്ള പേരിലും പണം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ പിണറായി വിജയൻ സ്വന്തം മകളെ കുരുതി കൊടുക്കേ എഴുതൂ. കാരണം സ്വന്തം മകളെ സംരക്ഷിക്കണ്ട, എന്തൊക്കെ പിണറായി വിജയൻ പിടിക്കപ്പെട്ടാലും മകൾ പിടിക്കപ്പെടരുത്, മകൻ പിടിക്കപ്പെടരുത് എന്നായിരിക്കും ഒരു അച്ഛൻ വിചാരിക്കുക. നമ്മൾ വിചാരിക്കുക ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എത്ര കള്ളനായാലും ഒരു കള്ളൻ ഒരിക്കലും മക്കളെ കൊടുക്കില്ല. എന്നാൽ പിണറായി വിജയൻ എന്ന മഹാകള്ളൻ, പെരുങ്കള്ളൻ, മാഫിയ തലവൻ ചെയ്തത് തൻ്റെ മക്കളെയും ആ ലൈനിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഇപ്പോൾ അവരാണ് ഇപ്പോൾ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലേക്ക് പോകുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിന് കാലത്തിൻ്റെ കാവ്യനീതി എന്ന പോലെ ഇത് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അതായത് പിണറായി വിജയന് എത്രമാത്രം മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിൻ്റെ 10 മടങ്ങ് പണിയാണ് ദൈവം തിരിച്ചു കൊടുക്കുന്നത്. പിണറായി വിജയൻ്റെ മകളെ എത്ര തവണ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വിളിപ്പിച്ചു, എത്ര തവണ അവർ റെയ്ഡ് ചെയ്തു, ഇനി എത്ര റെയ്ഡ് ചെയ്യാനിരിക്കുന്നു. ഇതെല്ലാം സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ. ക്രൈമിൻ്റെ ചീഫ് ഡയറക്ടറെ എന്നെ കള്ളക്കേസിൽ കുടുക്കി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്തു. അതിനോട്ടും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ജയിലിൽ അടച്ചു, എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കള്ളനല്ല, തട്ടിപ്പുകാരനല്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എനിക്കെതിരെ എത്ര കള്ളത്തരത്തിലുള്ള കേസ് എടുത്താലും എനിക്കൊരു മണ്ണാങ്കട്ടയും വരില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിൽ എൻ്റെ വീട്ടുകാർക്ക് വിഷമം ഉണ്ടായിണ്ടാവില്ലേ, എൻ്റെ ഓഫീസിന് വിഷമം ഉണ്ടായിണ്ടാവില്ലേ? അതിന് ഉള്ള തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള തിരിച്ചടികൾ എൻ്റെ മാത്രമല്ലല്ലോ. ഷാജസ്കറിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മറ്റൊന്നു കൂടി ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. ഇപ്പോൾ കോൺസുലേറ്റ് ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വനിത അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കൊക്കെ പ്രേരിപ്പിച്ച് അനാവശ്യമായ രീതിയിൽ പീഡിപ്പിച്ച് ജയിലിൽ അടച്ചതിന് കാലം ഒരു ദിവസം നിങ്ങളോട് ഇതിന് പകരം ചോദിക്കും. നിങ്ങൾക്കുമില്ലേ ഒരു മകൾ, അത് നിങ്ങൾ കാലം ഇതിന് മറുപടി നിങ്ങൾക്ക് തരുമെന്ന് സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അത് അച്ചട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ വളരെ ഹൃദയഭേദകമായ പല കാര്യങ്ങളുണ്ട്. കാരണം അവരെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയ ഗവൺമെൻറ് തലത്തിലാണ്. ഗവൺമെൻറ് ജോലിയാണ് കൊടുത്തത്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശം, ശിവശങ്കർ കൊടുക്കുന്ന ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യേണ്ടത്. അതവർ ചെയ്തു. യഥാർത്ഥ കൊള്ളക്കാരൻ ആരാണ്, തട്ടിപ്പുകാരൻ ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്തത്. അല്ല, അത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചു. അത് വളരെ വ്യക്തവും സുവ്യക്തവുമായിട്ട് ഇത്രയും കാലം BJP-ക്കാർ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കെ സുരേന്ദ്രൻ അറിയില്ലേ ഇയാൾ കള്ളനാണെന്നുള്ളത്? കെ സുരേന്ദ്രനല്ലേ ആദ്യം വിളിച്ചു പറഞ്ഞത്? നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞില്ലേ? അമിത്ഷാ വിളിച്ചു പറഞ്ഞില്ലേ? എന്നിട്ടും 2020 നടന്ന ആ കേസ് 26 വരെയായിട്ട് തൊട്ടിട്ടില്ലല്ലോ. ഇതേപോലെ ഡോളർ കടത്ത് കേസ് ഇതേപോലെ തന്നെയാണ്. നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് വളരെ ക്ലിയർ അല്ലേ? ലൈഫ് മിഷൻ തട്ടിപ്പിൽ പിണറായി വിജയനാണ് അതിൻ്റെ ചെയർമാൻ. പിണറായി വിജയനാണ് തീരുമാനം എടുക്കുന്നത് വിദേശത്തു നിന്നുള്ള ഫണ്ട് യൂണിടെക് എന്ന പ്രൈവറ്റ് കമ്പനിയിലേക്ക് മാറ്റാമെന്ന്. അങ്ങനെ ഓപ്ഷനില്ല. FCRA പ്രകാരം ലൈഫ് മിഷൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ വരാവൂ. അതിലൂടെ 9 കോടി റുപ്യാണ് തട്ടിയെടുത്തത്. 1 കോടി റുപ്യ സ്വപ്ന സുരേഷിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവച്ചത് ഈ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്ത രഹസ്യ മൊഴികളെല്ലാം നോക്കുമ്പോൾ പിണറായി വിജയനും മകളും ഭാര്യയും മകനുമെല്ലാം ഒരു 10-30 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ച് അതിൻ്റെ അടിവേര് മാന്തി തകർത്ത ആള് എന്നുള്ള രൂപത്തിൽ പിണറായി വിജയൻ അറിയപ്പെടും. അദ്ദേഹത്തെ എല്ലാ കാലത്തും കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ രാജാവ് എന്നുള്ള പേരിലേക്കും അറിയപ്പെടുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള രൂപത്തിലായിരിക്കില്ല എന്നുള്ളതായിരിക്കും സത്യം. എന്തായാലും ഇപ്പോൾ പാർട്ടി സഖാക്കന്മാർക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി,
പിണറായി വിജയൻ എന്ന കേരളത്തിലെ നേതാവിന് വലയം ചെയ്യുന്നതിന് വേണ്ടിയല്ല ഇ ഡി വന്നത്. വീണ വിജയൻ CMRL എന്ന കമ്പനിയിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ ഈ കോഴ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ വീണ നിയമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായും CPM തിരിച്ചറിയേണ്ട ചില പാഠങ്ങൾ ഇത് തന്നെയാണ്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം പിണറായി വിജയൻ 1998 മുതൽ കേരളത്തിൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം പിന്നീട് 2016 മുഖ്യമന്ത്രിയായി. അതുവരെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കേരളത്തിൻ്റെ ഭരണം പോലും അദ്ദേഹം തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത്. EK നായനാരുടെ ഭരണമാണെങ്കിലും അതേപോലെ തുടർന്ന് വന്ന VS അച്യുതാനന്ദൻ്റെ ഭരണമാണെങ്കിലും ഒക്കെ തന്നെ പിണറായി വിജയൻ്റെ റിമോട്ട് കൺട്രോളിലാണ് നീങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷം 2016 ശേഷം പാർട്ടിയെയും അതേപോലെ ഭരണത്തെയും ഒരേപോലെ നിയന്ത്രിച്ച് അദ്ദേഹം ഒരു ഏകാധിപതിയായി ഛത്രാധിപതിയായി വാണരുളുകയായിരുന്നു. ആ വാണരുളുന്ന പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള കൊള്ളയും തട്ടിപ്പുകളും കൊലപാതകങ്ങളും എല്ലാ കാലത്തും അദ്ദേഹത്തെ പിടിച്ച് രക്ഷപ്പെടാം. കേന്ദ്രത്തിൽ സഹായമുണ്ടെങ്കിൽ, ഇവിടെ വെള്ളാപ്പള്ളിയുടെ സഹായമുണ്ടെങ്കിൽ ഭരണം എല്ലാ കാലത്തും നിലനിൽക്കും. കേന്ദ്രത്തിൽ കള്ളത്തരം കൂട്ടുന്നതിന് അവിടെ നിന്ന് സുരക്ഷിതം തരും, ഒന്നും പിടിക്കില്ല. ഇവിടെ വെള്ളാപ്പള്ളി ഉള്ളപ്പോൾ വോട്ട് ഇവിടെ ബാങ്ക് സുരക്ഷിതമാണ് എന്നൊക്കെയായിരുന്നു പിണറായി വിജയൻ മൗഢ്യമായി ചിന്തിച്ചിരുന്നത്. ജനങ്ങൾ എന്താണെന്ന് അദ്ദേഹം മറന്നുപോയി. ജനങ്ങൾ വിവരമുള്ളവരല്ല, കോവർ കഴുതകളായിരുന്നു എന്നാണ് പിണറായി വിജയൻ 2016 ഇലക്ഷനിൽ അല്ലെ 2021 ഇലക്ഷനിൽ ചിന്തിച്ചിരുന്നത്. 2016 ഉമ്മൻചാണ്ടിയെ സരിതയ എന്ന കുപ്രസിദ്ധിയായ ഒരു ലേഡിയെ കൊണ്ട് കള്ളപ്പരാതി ഉണ്ടാക്കിച്ച് അതിലൂടെ പ്രചാരണം നടത്തി കള്ളക്കേസിൽ കുടുക്കി അതിലൂടെയാണ് ഭരണം പിടിച്ചതെങ്കിൽ 2021 കിറ്റും പെൻഷനും കൊടുത്തിട്ടാണ് പിടിച്ചത്. അതും ശൈല ടീച്ചറെ പോലെ കഴിവുള്ളൊരു ആരോഗ്യമന്ത്രിയെ വെട്ടിമാറ്റിയിട്ടാണ് ആ പിണറായി വിജയൻ അധികാരം പിടിച്ചത്. അവരുണ്ടാക്കിയ ഒരു ഇമേജിൽ നിന്നാണ് അവർ ഭരണം പിടിക്കാൻ പറ്റിയത്. പക്ഷേ എല്ലാ കാലത്തും ജനങ്ങൾ കോവർ കഴുതകളാണ് എന്നുള്ള ധാരണ CPMന് അണികളെല്ലാം എന്നും നമ്മൾ പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കൂ, അതേ വിശ്വസിക്കൂ എന്നുള്ള ധാരണയ്ക്ക് തിരുത്തി കൃത്യമായിട്ട് അവർ തന്നെ പണി കൊടുത്തു. ഇനി ഒരിക്കലും എഴുന്നേറ്റ് പോരാൻ പറ്റാത്ത വിധത്തിലുള്ള പണിയാണ് CPM എന്നുള്ള മഹത്തായ പ്രസ്ഥാനം ഇതോടെ നാമാവശേഷമാക്കിയതിൻ്റെ മുഖ്യ കാരണം പിണറായി വിജയനാണെന്ന് കാലം തെളിയിക്കും.